ഈ രാത്രി നട്ടപ്പാതിരക്ക് ഇവൻ്റെ അച്ഛൻ്റെ അമ്മയും ചോറ് കുഴച്ചു കൊടുത്തുനിന്ന് വാരി വിഴുങ്ങുന്ന സമയത്ത് ഇവനെ കൊണ്ടുവന്നിട്ട് ഈ കേസ് ചെയ്തിട്ട് ഇവന് ബൂസ്റ്റ് കൊടുക്കാൻ ആർക്കായിരുന്നു ഇത്ര തിരക്ക്? എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്നൊക്കെ പറയൂലേ, അതേപോലത്തെ ഒരു സാമ്പാർ മാത്രമാണ് സാജൻ സ്കറിയ എന്ന് പറഞ്ഞ ഒരുപാട് ആൾക്കാരുടെ കമൻസ് ഞാൻ കണ്ടു. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കണം, ഈ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറിൻ്റെ മൂട്ട് തീ വെക്കുന്ന അല്ലെങ്കിൽ സാമ്പാർ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടാവില്ലേ, അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു ഉദ്ദേശം അതിൻ്റെ, അല്ലെങ്കിൽ ഈ തിളപ്പിക്കുന്ന സാമ്പാറിൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് ആ പറഞ്ഞ ആൾക്കാർക്ക് വ്യക്തമായിരിക്കും. അതാണ് നമ്മുടെ ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്ന കാര്യം അതാണ്. എന്തിനാണ് നമ്മുടെ സാജൻ അല്ലെങ്കിൽ നമ്മുടെ സാജനെ പിണറായിസം അതല്ലെങ്കിൽ പിണറായി പോലീസ് ഇമ്മാതിരി തിളപ്പിച്ചത്? മൂക്കാൻ വേണ്ടിയിട്ടാണോ, അതല്ലെങ്കിൽ സാജൻ സാമ്പാർ തിളച്ച് മൂത്ത് ഒരു മൂത്ത സാമ്പാറാവാൻ വേണ്ടിയിട്ടാണോ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ സാജൻ്റെ കേസ് എന്താണെന്ന് നമുക്ക് നോക്കാം. 2024 സാജൻ ഒരു വീഡിയോ ചെയ്തിരുന്നു. ദുബായിൽ കച്ചവടം ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ദുബായിൽ ബിസിനസ് ചെയ്യുന്ന ഒരു മലയാളി, അയാളുടെ കൂടെ ഒരു പെണ്ണുണ്ട്, മാഹി സ്വദേശിയാണ്. പൊതുവേ പുള്ളിക്ക് ഈ മതപരമായിട്ട് അല്ലെങ്കിൽ ചില പ്രത്യേക മതവിഭാഗത്തിലുള്ള ആൾക്കാരുടെ കച്ചവടവും അല്ലെങ്കിൽ അവരെ സഹായിക്കുന്ന അല്ലെങ്കിൽ അവരെ കൂടെയുള്ള ആൾക്കാരുടെ ഒക്കെ ഒരു പേര് വരുമ്പോൾ പുള്ളിക്ക് ചെറുതായി ചൊറിയാറുണ്ട്. നമ്മൾ ഈ സാമ്പാറിലെ ഈ കരിവേപ്പിലിനെ പറഞ്ഞ പോലെ ഇടയ്ക്ക് ഇങ്ങനെ കരിവേപ്പില കുത്താറുണ്ട്. ആ കുത്ത് പുള്ളിക്ക് എപ്പോഴും കുത്താറുണ്ട്. അങ്ങനെ പുള്ളി ഒരു വീഡിയോ ചെയ്തു. ആളവിടെ ജയിലിലാണ്, അവൾ അതാണ്, അവിടെ ഇതാണ്, മറ്റതാണ്, മറിച്ചതാണ്. ആളുടെ കൂടെയുള്ളൊരു പങ്കാളി ഈ പറഞ്ഞ മാഹി സ്വദേശി ഒരു പെണ്ണാണ്. ആ പെണ്ണുമായിട്ട് പല ആൾക്കാരും ഇയാളുടെ ഈ ബിസിനസ്സിലോട്ട് ഹണി ട്രാപ്പ് ത്രൂ പല ആൾക്കാരെയും പെടുത്തിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആ പെണ്ണിൻ്റെ ഫോട്ടോയും ഡീറ്റെയിൽസും വെച്ചിട്ടാണ് നമ്മുടെ സാജൻ കുട്ടൻ വീഡിയോ ചെയ്തത്. അപ്പം ആ പെണ്ണ് കൊടുത്ത കേസിൻ്റെ പേരിലാണ് 2024 ഡിസംബറിലിട്ടം കൊടുത്ത കേസാണ്. ആ കേസാണ് ഇപ്പം 2025 മെയ്യിൽ നമ്മുടെ സാജനെ സാമ്പാർ തളിക്കുന്ന പോലെ പൊക്കിയത് പോലീസ്. അപ്പോൾ എന്തുകൊണ്ട് പോലീസ് ഇത്രയും കാലം വെയിറ്റ് ചെയ്ത് ഇയാളെ പൊക്കാൻ വേണ്ടിയിട്ട്? ഇയാൾ മറ്റേ ഈ പിടികിട്ടാ പുള്ളിയൊന്നും അല്ല. നമ്മുടെ സാജൻ പിടികിട്ടാ പുള്ളിയും ഈ കൺമറയത്ത് മറഞ്ഞു നിൽക്കുന്ന ആളൊന്നുമല്ല. അപ്പോൾ ഇത്രയും കാലം എവിടെ എന്തായിരുന്നു, എങ്ങനെ ആയിരുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. ഈ ലേഡി, അതായത് ഈ മാഹി സ്വദേശി കൊടുത്ത പരാതി, അതായത് അവർക്കെതിരെ ഹണി ട്രാപ്പ് എന്നുള്ള വ്യാജമായിട്ടുള്ള പരാതി കൊടുത്തു. അത് സോഷ്യൽ മീഡിയയിൽ ഇട്ടു. അത് കണ്ട് അവരെ അറിയുന്ന അല്ലെങ്കിൽ അവരെ കുടുംബക്കാരും അവരുടെ ബന്ധുക്കാരും അവരെ നാട്ടുകാരും അവരെ പറ്റി മോശമായിട്ട് കരുതി. ഇതൊക്കെയാണല്ലോ കേസ്. ഇതൊക്കെയാണ് നമ്മുടെ എഫ്ഐആർ അല്ല, ഇവർ കൊടുത്ത പരാതിയിലുള്ളത്. പോലീസ് കേസ് ഇട്ടത് എന്താണ്? അതായത് ഒരു പെണ്ണിനെ ഇത്രയും മോശമായ രീതിയിൽ ചിത്രീകരിച്ചു എന്നാണോ നമ്മുടെ എഫ്ഐആറിൽ വന്നിട്ടുള്ളത്? അല്ല. എഫ്ഐആറിൽ വന്നിട്ടുള്ളത് എന്തൊക്കെയാണ്? ഡിഫോമേഷൻ, ഒരു പെണ്ണിനെ പറ്റി ഡിഫോമേഷൻ, അല്ലെങ്കിൽ അങ്ങനത്തെ ചില കേസുകളാണ് വന്നിട്ടുള്ളത്. ഒരിക്കലും നമ്മുടെ നാട്ടിലൊരു ഇപ്പോഴത്തെ നമ്മുടെ എന്താ പറയുക, IPC ആയിക്കോട്ടെ, നമ്മുടെ ന്യായ സംഹിത ആയിക്കോട്ടെ, ഭാരതീയ BNS ആയിക്കോട്ടെ, ഇതിലൊക്കെ പല ഓപ്ഷൻസും ഉണ്ടല്ലേ നമുക്ക് കേസ് ഇടാൻ വേണ്ടിയിട്ടുള്ള. പോലീസ് എടുക്കുന്ന കേസ് പോലെ ഇരിക്കും. അപ്പം ഒരു പെണ്ണിനെ എത്ര മോശമായിട്ട് ചിത്രീകരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കേസ് സ്ട്രോങ് ആവും. അതായത് പിടിച്ചു കഴിഞ്ഞാൽ ഒരു ജാമ്യം കിട്ടില്ല, അവൻ കിടക്കണം കോടതിയിൽ, 2-3 വർഷം തടവും ശിക്ഷയൊക്കെ കിട്ടും. അതൊന്നും ഇല്ലാണ്ട് ജസ്റ്റ് ഒരു ഡിഫോമേഷൻ എന്നുള്ള രീതിയിലോട്ടാണ് ഈ കേസ് ഫയൽ ചെയ്തത് മാത്രം പോരാ, രാത്രി പാതിരക്ക് ഒരാളെ ചേസ് ചെയ്ത് പിടിക്കുന്നു. അവിടുന്ന് ഷർട്ട് പോലും ഇടാണ്ട് അയാളെ പൊക്കിക്കൊണ്ടുവരുന്നു, നേരെ മെഡിക്കലിന് കൊണ്ടുപോകുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജഡ്ജിൻ്റെ അടുത്ത്, പ്രോസിക്യൂഷൻ മറ്റേ മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് കൊണ്ടുപോകുന്നു. കൂളായിട്ട് ജാമ്യം നാടി പോരുന്നു. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ സാജൻ കുട്ടൻ മറ്റേ ഈ ഒരുമാതിരി തിളയ്ക്കുന്ന സാമ്പാർ പോലെ വെറും എൻ്റെ പൊന്നു സാജ, ഈ പ്രഹസനം എന്തിനാണ്? സജി ഇമാതിരി പ്രഹസനം കാണിക്കുന്നത്. സാജ ഒരുമാതിരി പ്രഹസനം മാത്രം സംസാരിക്കുകയാണ് മാധ്യമങ്ങളോട്. അല്പസമയം മുമ്പാണ് ഷാജൻ സ്കറിയെ അറസ്റ്റ് ചെയ്തത്. 9 മണിയോട് കൂടിയാണ് കുളപ്പനക്കുന്നിലെ വീട്ടിൽ നിന്ന് ഷാജൻ സ്കറിയെ അറസ്റ്റ് ചെയ്തത്. മാഹി സ്വദേശിനിയുടെ പരാതിയിലായിരുന്നു ഷാജൻ സ്കറിയെ അറസ്റ്റ് ചെയ്തത്. അപകീർത്തി കേസിലാണ് യൂട്യൂബ് ചാനൽ ഉടമ ഷാജൻ സ്കറി അറസ്റ്റ് മുഖ്യമന്ത്രി അതിന് ഓശാനം പിടിക്കുന്ന പോലീസുകാർ ഈ നാട് മുടിപ്പിക്കും. അവസാന ശ്വാസം വരെ പിണറായിയുടെ വിരുദ്ധീകരണത്തിനെതിരെ പോരാടും. താങ്കൾക്ക് നിരവധി കേസുകളുണ്ടല്ലോ. എല്ലാം കള്ള കേസ്. ഒരു കേസിൽ ജയിലിൽ അടച്ചിട്ടില്ല. വീണ്ടും ശക്തിയുടെ അവസരം കിട്ടിയില്ല. പോലീസ് മർദ്ദിച്ചില്ല, പിടിച്ചോണ്ട് പോകുന്നു. പ്രായമായ അപ്പന്റെ അമ്മയുടെ മുമ്പിൽ ഭക്ഷണം കഴിച്ചപ്പോ എന്നെ പിടിച്ചോണ്ട് പോകുന്നു. അനുവദിക്കുന്നില്ലേ? അവരെന്നെ പിടിച്ചോണ്ട് പോകുന്നു. വരൂ, എന്നെ ആരെ വിളിക്കാൻ സമ്മതിക്കില്ല. അപ്പം ഇതെല്ലാം കൂടെ ഒരുമാതിരി തിരകഥ എഴുതി വെച്ചിട്ടുള്ള,
അല്ലെങ്കിൽ സാജനൊരു ബൂസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ കുത്തിത്തിരിച്ച് എഴുതി വെച്ചിട്ടുള്ള കഥ പോലെയാണ് എനിക്ക് തോന്നുന്നത്. ആ സാജൻ പറഞ്ഞ ഡയലോഗ് നിങ്ങൾ കേട്ടു. അഴിമതിയുടെ പീരൻ മകൾക്ക് വേണ്ടി, മുഖ്യമന്ത്രിയാണ് അതിന് മകൾക്ക് വേണ്ടി തട്ടിപ്പ് നടത്തുന്ന മുഖ്യമന്ത്രി, അതിന് ഓശാനം പിടിക്കുന്ന പോലീസുകാർ ഈ നാട് മുടിപ്പിക്കും. അവസാന ശ്വാസം വരെ പിണറായിയുടെ വിരുത്തികൾക്കെതിരെ പോരാടും. താങ്കൾക്കെതിരെ നിരവധി കേസുകളുണ്ടല്ലോ. എല്ലാം കള്ള കേസ്. ഒരു കേസിൽ ജയിലിൽ അടച്ചിട്ടില്ല. വീണ്ടും പിണറായിസം തുലയട്ടെ. സത്യം പിണറായി ഇവിടെ പല വങ്കത്തരം കാണിക്കുന്നുണ്ട്, അത് വേറെ കാര്യം. ഈ പിണറായിക്ക് ഇത്രയും നമ്മുടെ കേരളത്തിൻ്റെ CM ആയിട്ടുള്ള ഒരാൾക്ക് ഇവനെപ്പോലത്തെ ഒരു മഞ്ഞപ്പത്രം നടത്തുന്ന വെറും മഞ്ഞപ്പത്രം മാത്രം നടത്തുന്ന ഒരു സാജൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കീടത്തിനെ പൊക്കാൻ വേണ്ടിയിട്ട് പിണറായി ഇത്ര കഷ്ടപ്പെടണോ? ഇവൻ രാവിലെ മുതൽ വൈകിട്ട് വരെ ഒരുമാതിരി വിദ്വേഷ പ്രസംഗം, നാട്ടിലെ ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും തമ്മിലടുപ്പിക്കുക, അല്ലെങ്കിൽ മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും തമ്മിലടുപ്പിക്കാനുള്ള എത്ര വീഡിയോസ് അവൻ ചെയ്തു പോകുന്നത്. അതിലൊന്നും കേസെടുക്കാത്ത, അല്ലെങ്കിൽ ഇവൻ്റെ പേരിൽ ഒരുപാട് കേസുകളുണ്ട്, അതിലൊന്നും അറസ്റ്റ് ചെയ്യാണ്ട് ഒരു നിയമവശങ്ങളും പാലിക്കാണ്ട് പോകുന്ന പിണറായിക്ക് ഈ പറഞ്ഞ പെണ്ണ് എന്നോ കൊടുത്തൊരു കേസ്, ആ കേസ് വരെ വളച്ചൊടിച്ച് വെറും ഡിഫോമേഷൻ കേസിലോട്ട് കൊണ്ടെത്തിച്ചിട്ടുള്ള ഈ പോലീസ് അവിടെ നിന്ന് ഇയാളെ രാത്രി ചേസ് ചെയ്ത് പിടിക്കുന്നു, ഷർട്ട് ഇടാണ്ട് കൊണ്ടുവരുന്നു. ഷർട്ട് ഇടാണ്ടൊന്നുമല്ല, നമ്മുടെ പിടിച്ച CI വരെ പറഞ്ഞു ഷർട്ട് ഇടണമെന്ന് അവൻ്റെ കാല് പിടിച്ച് പറഞ്ഞു. അവൻ ചെയ്യൂല. കാരണം എന്താണ്, അവൻ്റെ ബോഡി കാണിച്ച് അവനെ തള്ളിക്കയറ്റുന്ന കുറച്ച് രംഗങ്ങളുണ്ടെങ്കിൽ മാത്രമേ അവന് ബൂസ്റ്റ് കിട്ടുള്ളൂ. അത് നമ്മുടെ വങ്കൻ വരെ വ്യക്തമായിട്ട് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. വെറും പ്രഹസനമാണ് സാജ എന്ന് തന്നെ ഞാൻ പറയും. ഇതൊക്കെ ചെയ്ത് ഇവൻ ഇങ്ങോട്ട് വന്ന് ഇവനെ കൊണ്ടുവരണമെങ്കിൽ ഈ പോലീസുകാർക്ക് എന്തത്ര തിരക്ക്? ഇവൻ പിടികിട്ടാ പുള്ളിയൊന്നും അല്ല. ഇവനെതിരെ ഡിഫോമേഷൻ കേസിന്, സാധാരണ ഡിഫോമേഷൻ കേസിൽ എന്താ ചെയ്യാറ്? അവർക്ക് നോട്ടീസ് കൊടുക്കും. നോട്ടീസ് അയച്ച് അവർ സ്റ്റേഷനിൽ വരും, അവരത് ഒപ്പിട്ട് പോവും. ചുമ്മാ സ്റ്റേഷൻ ജാമ്യം കിട്ടി അവർ സുഖമായിട്ട് പുറത്തോട്ട് പോകും. അപ്പോൾ പിന്നെ ഇവൻ അതിട്ട് ഇവന് ഈ രാത്രി നട്ടപ്പാതിരക്ക് ഇവൻ്റെ അച്ഛൻ്റെ അമ്മയും ചോറ് കുഴച്ചു കൊടുത്തുനിന്ന് വാരി വിഴുങ്ങുന്ന സമയത്ത് ഇവനെ കൊണ്ടുവന്നിട്ട് ഈ കേസ് ചെയ്തിട്ട് ഇവന് ബൂസ്റ്റ് കൊടുക്കാൻ ആർക്കായിരുന്നു ഇത്ര തിരക്ക്? പിണറായിക്കാണോ? എനിക്കൊന്നുമില്ല. അതല്ല, പിണറായിൻ്റെ കൂടെയുള്ള ചില ആൾക്കാർക്കാണോ ഇവന് ഫോർമേഷൻ കൊടുക്കണം, ഇല്ലെങ്കിൽ ഇവനൊരു എക്സ്ട്രാ മൈലേജ് കൊടുക്കണം തോന്നിയത്? ആ എക്സ്ട്രാ മൈലേജ് വെച്ചിട്ട് ചില പ്രത്യേക വിഭാഗ സംഖ്യകൾക്ക് ഇവനെ സപ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഇവന് കുറച്ച് സപ്പോർട്ട്സ് കൂടണം. ഈ ചിന്ത ഉള്ളത് പിണറായിൻ്റെ കൂടെയുള്ള, അല്ലെങ്കിൽ പിണറായിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന പോലീസ് മേധാവികൾക്കാണോ, അല്ലെങ്കിൽ ചില പ്രത്യേകതരം ചീഫ് സെക്രട്ടറീസിനാണോ, അല്ലെങ്കിൽ പിണറായിൻ്റെ കൂടെ നിൽക്കുന്ന ചില പ്രത്യേക ചീഫ് സെക്രട്ടറീസിനാണോ ഈ ഒരു തോന്നൽ എന്ന് നമുക്ക് നോക്കിപ്പോകും. പിണറായി അറിഞ്ഞൊന്നും എനിക്കറിയില്ല. പിണറായിനെ ഞാൻ ഇതിൽ പറയുന്നൊന്നുമില്ല. പുള്ളി രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് സാജന പൊക്കാൻ പോകുന്നുണ്ട് പോലീസ് എന്ന് പറഞ്ഞ് പിണറായിക്ക് ഇതിന് പ്രത്യേകിച്ച് ഒരു പങ്കുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പിണറായി ചെയ്യണം ചെയ്യാത്തൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷെ പിണറായിയുടെ പോലീസും പിണറായിയുടെ കൂടെ നിൽക്കുന്ന ചില ആൾക്കാർക്കും ഒരു പ്രത്യേക താല്പര്യം ഇതിലുണ്ട്. സാജന ബൂസ്റ്റ് കൊടുക്കണം എന്നാണ് ഈ ഒരു കേസിൽ ഞാൻ മനസ്സിലാക്കുന്ന കാര്യം. എത്ര പേർക്ക് അത് അറിയാമെന്നറിയില്ല. ഇനി പിണറായി അല്ലെങ്കിൽ അറിഞ്ഞിട്ടോ അറിയാണ്ടിയോ ഒക്കെ എന്താ പറയുക ഇതിൽ ഇൻവോൾവ് ആയിട്ടുണ്ടെങ്കിൽ ഓക്കെ, നമുക്കെല്ലാം കണക്ട് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ സത്യം. അല്ലാണ്ട് സാധനം അങ്ങോട്ട് വില മറച്ചിട്ടൊന്നുമല്ല സാധനം കേസിൽ കുടിക്കുന്നതെന്നുള്ളതും, സാധനം കുടുങ്ങി കഴിഞ്ഞാൽ സാധനം അറിയാണ്ടൊന്നുമല്ല ഈ അറസ്റ്റ് നടന്നതെന്നുള്ളതും. കഴിച്ച ചോറിൻ്റെ അവിടെ നിന്ന് സാജൻ വന്നിട്ട് ഈ പോലീസ് ജീപ്പിൻ്റെ മേലെ കയറിയിട്ട് ഒരുമാതിരി ഈ കൊടും കുറ്റവാളിനെ കൊണ്ടുപോകുന്ന മുദ്രാവാക്യമൊക്കെ വിളിച്ചിട്ട് പോകുന്ന എൻ്റെ പൊന്നു മലനാടൻ സാജ, നിൻ്റെ ആക്ടിങ് ഒക്കെ എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാം. പക്ഷേ സംഖ്യകൾക്ക് അതറിയില്ല. സംഖ്യകൾ നിന്നെ താങ്ങും, നിന്നെ നക്കും, നിന്നെ ഉമ്മ തരും. അത് വേറെ കാര്യം. അപ്പം ഇതിൽ ആർക്കാണ് ഇത്ര തിരക്ക്, അല്ലെങ്കിൽ ആർക്കാണ് ഇത്ര ഇൻട്രസ്റ്റ് ഇതിൽ കാണിച്ചിട്ട് ഇയാളെ പൊക്കാൻ എന്നുള്ളത് ആർക്കും അറിയില്ല. സത്യം നമ്മുടെ നാട്ടിലെ പലർക്കും അറിയാം, പക്ഷെ ആരും പുറത്ത് പറയാൻ പോകുന്നില്ല. നമ്മുടെ സാധന കയ്യടി കൊടുക്കാനും നമ്മുടെ സാധന പൊക്കിക്കൊണ്ടുവരാനും ആ മഞ്ഞപ്പത്രം ഒരുമാതിരി നീലപത്രം ബ്ലൂ ഫിലിം പോലെ ആക്കുന്ന രീതിയിലോട്ട് കൊണ്ടുവരാനും സാധന സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ പിണറായിയുടെ കൂടെയുണ്ട്, പോലീസുകാരുടെ കൂടെയുണ്ട്. നമ്മുടെ പല സംഘി പട്ടങ്ങളും ചാർത്ത് നിൽക്കുന്ന ആൾക്കാരുടെ കൂടെയുണ്ട്. അതാണ് ഇതിൻ്റെ സത്യാവസ്ഥ. അതല്ലാന്നുണ്ടെങ്കിൽ കമൻറ്റ് നോക്കട്ടെ.